സുഹൃത്തുക്കളെ, അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ആ മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ ശനിയാഴ്ച അദ്ദേഹം വയനാട്ടിലെത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളുള്ളത്. ഇക്കാര്യങ്ങൾ എന്തായാലും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ വയനാടിന് എത്രത്തോളം അത് ആശ്വാസകരമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. രാജ്യത്തെ ലോകത്ത് തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള നിരവധി ആളുകളുടെ സഹായവും വയനാട്ടിലേക്ക് എത്തിയിരുന്നു. നിരവധി സിനിമാ താരങ്ങളടക്കം വയനാട്ടിൽ സമാശ്വാസവുമായി എത്തിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം പിന്നാലെ ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായിരുന്നു അദ്ദേഹം രാജിവെച്ച മണ്ഡലത്തിൽ നിന്ന്. എന്തായാലും ആ ഒരു മണ്ഡലത്തിലേക്ക് രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. രാഹുൽ ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. രാഹുൽ മാത്രമല്ല, നേരത്തെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെയും ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. പല രാഷ്ട്രീയവും അതിനിടയിൽ ഉയർന്നു വന്നിരുന്നു. അമിത്ഷാ ഉന്നയിച്ച കേരളം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന വാദം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. അതെല്ലാം അവിടുത്തെ രാഷ്ട്രീയമാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക്, എല്ലാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും മനുഷ്യർ ഒരുമിച്ച് നിന്ന ഒരു സംഭവം കൂടിയാണ് വയനാട് സംഭവം. അതിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ തീർച്ചയായും വയനാടിന് വലിയൊരു കൈത്താങ് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുനരധിവാസം അടക്കമുള്ള മേഖലകളിൽ വലിയ സഹായം, കേന്ദ്ര സഹായം വേണം. അപ്പോൾ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ആവശ്യം. പക്ഷേ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയ മാനദണ്ഡങ്ങളിൽ പെടുന്നതല്ല ഈ ഒരു സംഭവം എന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിതീവ്ര ദുരന്തം എന്ന പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് പരമാവധി സാമ്പത്തിക സഹായം വയനാട്ടിലേക്ക് എത്തിക്കുക, ഈ മനുഷ്യരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യം. തീർച്ചയായും പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഈ പ്രധാനമന്ത്രി വരുന്നു എന്ന വാർത്ത വന്ന ദിവസം തന്നെയാണ് ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രിമാരാരും വരാതിരുന്നത് കഷ്ടമായിപ്പോയി, അത് ശരിയായില്ല, അതൊരു അവഗണനയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയം തുടങ്ങുന്നു എന്ന് കണ്ടതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെയാണ് പ്രധാനമന്ത്രി വരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത്. അത് തീർച്ചയായും രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതല്ലാതെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വന്ന സമയത്ത് തന്നെ VIP പരിഗണനയൊന്നും തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ ഒരു ബാധ്യതയായി അവിടെ തിരയുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം മാനിച്ചുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൈകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹം എത്തുമ്പോൾ ഇനി ഉള്ള പോലീസിനും സേനാ വിഭാഗങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആർമിയുടെ ഒരു ടീം മടങ്ങിപ്പോയി. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മദ്രാസ് റെജിമെൻറ്റിൽ മടങ്ങിപ്പോയത്. കാരണം അവരുടെ ജോലി അവിടെ പൂർത്തിയായി. അവർ ചെയ്യേണ്ടിയിരുന്നത് ഇത്തരം തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ പാലങ്ങൾ ഉണ്ടാക്കുക പോലുള്ള പണികളായിരുന്നു. അത് അവർ ഭംഗിയായി നിർവഹിച്ച ശേഷം അവർ അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങിയ കാഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രിയിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയെ പോലൊരാൾ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് തീർച്ചയായും വയനാട്ടിലെ മനുഷ്യർക്ക് ഗുണമാകും. കാരണം പലപ്പോഴും കേന്ദ്ര സംഘങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. തീർച്ചയായും അദ്ദേഹം ക്യാമ്പുകളിലെത്തി ഈ മനുഷ്യരെ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ യാത്രയുടെ അന്തിമ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായും സംസ്ഥാന സർക്കാരും
പോലീസും നൽകുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആദ്യം ഇവിടെ എത്തിയത് ജോർജ് കുര്യനായിരുന്നു. ജോർജ് കുര്യൻ എത്തി പ്രധാനമന്ത്രി മടങ്ങിപ്പോയി ഇവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി പഠിച്ച ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ടൗൺഷിപ്പ് വരും എന്നൊക്കെയാണ് സംസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഈ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇനി ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ സംസാരിക്കേണ്ടി വരികയാണ്. ഈ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് കുറച്ച് വീടുകൾ ഉണ്ടാകുക എന്നുള്ളതോ മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവർക്ക് കൃത്യമായി ഭക്ഷണ സാധനങ്ങളും ഇതെല്ലാം കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവർക്കൊപ്പം അവരെ കൗൺസിൽ ചെയ്ത് അവരുടെ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരുണ്ടാകും, അല്ലെങ്കിൽ വികലാംഗരായവരോ, അങ്ങനെ പലതരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ആജീവനാന്തം താങ്ങായി മാറുന്നൊരു സംവിധാനമാണ് ഫലത്തിൽ വയനാട്ടിൽ ഉണ്ടാകേണ്ടത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കൂട്ടിക്കൽ നിന്നടക്കമുള്ള വാർത്തകൾ അവിടെ ജപ്തി ഭീഷണിയിലാണ് പല കുടുംബങ്ങളും എന്നുള്ളതാണ്. അതായത് എല്ലാ ആവശ്യത്തോടെയും കൂട്ടിക്കൽ ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ച സർക്കാരുകൾ പിന്നീട് ഈ സമയമെല്ലാം കഴിഞ്ഞ് അവർക്കൊപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പുത്തുമല, വയനാട്ടിലെ തന്നെ പുത്തുമലയിൽ നിന്ന് വരുന്ന വാർത്തകളും സമാനമാണ്. ഈ മനുഷ്യരുടെ ഈ മേപ്പാടിയിൽ തന്നെ നമുക്കറിയാം, ആദ്യ ദിവസങ്ങളിൽ EMI അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്വകാര്യ കമ്പനികളും ഈ ദുരിതബാധിതരെ വിളിച്ചതടക്കമുള്ള ക്രൂരതകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കടങ്ങളുണ്ടെങ്കിൽ അതടക്കം ഇനി അവരൊരു പുതിയ ജോലി കണ്ടെത്തി, ഇപ്പോൾ കടകളുള്ളവരെ സംബന്ധിച്ച് ഇനി ഒരു കടയിടുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാണ്. കാരണം മാനസികമായി അവർ തകർന്നു കഴിഞ്ഞു. അവർക്ക് ഇനി പൂർണ്ണമായൊരു എന്താ പറയുക, ജോലി സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ജോലി ഒരുക്കി കൊടുക്കണം, മാനസികമായി ഉള്ള പിന്തുണകൾ നൽകണം. അതല്ല എങ്കിൽ ജോലി ചെയ്യാനാകാത്തവർക്ക് ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്രവുമല്ല, ഇത്തരം മേഖലകളിൽ നിന്ന് ഇനി ആളുകളെ മാറ്റി പരിപൂർണമായി അത്രയും അപകടമുള്ളിടത്ത് മാറ്റണം. അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഷെൽട്ടർ ഹോമുകൾ അടക്കം വെച്ചുകൊണ്ട് വൃത്തിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി മനുഷ്യരെ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. തീർച്ചയായും എല്ലാ വർഷവും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് അകറ്റി ജീവിതം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എത്ര ആശാസ്യകരമാണ് എന്ന സംശയം തീർച്ചയായും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുന്നിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട്. പണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഇഷ്ടം പോലെ മനുഷ്യർ പണം കൊടുക്കും. പണം ഒരു വിഷയമല്ല. പണം ഒരു വിഷയമല്ല എന്ന് പറയുമ്പോഴും കൂട്ടിക്കലിൽ ഉൾപ്പെടെയുള്ളവർ അവരുടെ കടങ്ങൾ ഇപ്പോൾ സഹകരണ ബാങ്ക്, കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ മനുഷ്യരുടെ ജീവിതത്തിൽ പിന്നീട് ഇടപെടാൻ കഴിയില്ലേ സർക്കാരുകൾക്ക്? ഇതെല്ലാമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ്. പ്രതീക്ഷയ്ക്ക് ശേഷം ഒരു കാര്യം ഉറപ്പ് പറയാം, രാഷ്ട്രീയ വിവാദമുണ്ടാകും. കേരളം ഒരു വലിയ സംഖ്യയായിരിക്കും ആവശ്യപ്പെടുക. അത്രയും സംഖ്യ ചിലപ്പോൾ അതായിരിക്കില്ല, ഇവിടുത്തെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പണം കൊടുക്കുക. അങ്ങനെ ഇതൊരു പരസ്പരം കുറ്റപ്പെടുത്തലായി ഇത് അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊന്നും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരണം ഉണ്ടാകുന്നത്. തീർച്ചയായും അർഹതപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.